കണ്ണൂർ മയ്യിൽ പഞ്ചായത്തിലെ ഡ്രോൺ അക്കാദമിക്കെതിരെ വീണ്ടും പരാതിയുമായി നാട്ടുകാർ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് താലൂക്ക് അദാലത്തിൽ പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് അധികാരികൾ സ്റ്റോപ്പ് മെമ്മോ നൽകി സ്ഥാപനം പൂട്ടിച്ചിരുന്നു. 2 ദിവസത്തിന് ശേഷം സ്ഥാപനം വീണ്ടും പ്രവർത്തനം തുടങ്ങിയതോടെയാണ് നാട്ടുകാർ പരാതിയുമായി വീണ്ടും രംഗത്തെത്തിയത്. 100ഓളം കുട്ടികൾ പഠിക്കുന്ന ഡ്രോൺ അക്കാദമിയിൽ മതിയായ മാലിന്യ സംസ്കരണ സംവിധാനമോ സെപ്റ്റിക് ടാങ്കോ ഡ്രെയിനേജ് വാട്ടർ ടാങ്കോ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ പരിസരവാസികളുടെ കിണറുകളിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും 2 പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെടുകയും ചെയ്തു. ഇതോടെയാണ് നാട്ടുകാർ വീണ്ടും പരാതിയുമായി എത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ഗുരുതരമായ മലിനീകരണത്തിനിടയാക്കുന്നെന്നും പരാതി ഉയർന്നിരുന്നു. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തും വരെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് നാട്ടുകാർ തളിപ്പറമ്പ് താലൂക്ക് അദാലത്തിൽ പരാതി നൽകി. ഹോസ്റ്റൽ നടത്തുന്നതിന് ലൈസൻസ് ഇല്ലെങ്കിൽ ഹോസ്റ്റൽ നടത്താൻ പാടില്ലെന്നും സെപ്റ്റിക് ടാങ്ക് ആവശ്യമായ വിധത്തിലല്ലെങ്കിൽ സ്ഥാപനം നടത്താൻ പാടില്ലെന്നും പരിശോധിച്ച സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദ്ദേശം നൽകി. പ്ലാസ്റ്റിക് മാലിന്യം നീക്കാൻ നോട്ടീസ് നൽകണമെന്നും മയ്യിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പഞ്ചായത്ത് അധികാരികൾ സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. സ്ഥാപനം 2 ദിവസം അടച്ചിട്ടെങ്കിലും വീണ്ടും പരിശീലനാർത്ഥികൾ എത്തി സാധാരണ നിലയിൽ പ്രവർത്തനം തുടങ്ങുകയായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വേണ്ടി അന്ന് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 ദിവസം കൂടെ പിന്നെ കുട്ടികളെ കണ്ടിട്ടില്ല. പിന്നെ ആദ്യം കാണാൻ തുടങ്ങി. അപ്പോൾ രാത്രി അടക്കം കുട്ടികൾ ഒച്ചയും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പിന്നെ സന്ധ്യക്കെല്ലാം ട്രെയിനിങ് നടക്കുന്നതും കാണുന്നുണ്ട്. പിന്നെ കക്കൂസ് ബാത്റൂമെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പിന്നീട് പ്രശ്നം പണ്ടത്തെ പോലെ തന്നെ ഉണ്ടാകുന്നു. അതെ, അത്ര മാത്രമേ ഇവിടെ കാണൂ. സെപ്റ്റിക് ടാങ്ക് സ്ഥാപിക്കുന്നതുൾപ്പെടെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു മാത്രമേ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. അതുവരെ പ്രതിഷേധങ്ങൾ തുടരുമെന്നും ഇവർ പറയുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.